കേരള സ്റ്റേറ്റ് വ്യാപാരി വ്യവസായ സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കേരള സ്റ്റേറ്റ് വ്യാപാരി വ്യവസായ സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ ആനുകൂല്യങ്ങൾ അറിയിക്കുന്നതിനും ലക്ഷ്യമിട്ട് സംരംഭകത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. ഉദ്ഘാടന യോഗത്തിൽ യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് പ്രതീഷ് ചുണ്ട അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് വ്യാപാരി വ്യവസായ സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് ഒ വിജേഷ് ഉദ്ഘാടനം ചെയ്തു. പഠിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ അരമുക്കാൽ മണിക്കൂറുകൊണ്ട് മേഡം പറഞ്ഞത്. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇതാണ് ഞാൻ പഠിച്ചത്, എക്കണോമിക്സ്. അത് മേഡം നന്നായിട്ട് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു ബാങ്കിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന നേരത്ത് അവര് ആദ്യം ചോദിക്കുന്ന കാര്യമാണ് ID പ്രൂഫ് ഉണ്ടോ. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കും പാൻ കാർഡ്, ആധാർ കാർഡ്. നമ്മൾ പാൻ കാർഡ്, ആധാർ കാർഡ് കൊടുക്കുന്നു. അവർ ചോദിക്കും മൊബൈൽ നമ്പർ എന്ന് പറയും, സിബിൽ നോക്കാനാണ്. സിബിൽ സ്കോറുകൾ, നല്ല സ്കോറുകൾ ഉണ്ടെങ്കിൽ ബാങ്ക് പറയും ഓക്കെ നിങ്ങൾ പ്രോജക്ട് റിപ്പോർട്ടായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് പറയാറ് സാധാരണ. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ബാങ്കിൽ ചെല്ലാൻ നേരത്ത് ഈവൻ ഞാൻ ആകെ ബാങ്കിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ DD എടുക്കാനായിട്ടാണ്. ഓരോ ഫീസിന്റെ MV ശശി, സുലേഖ വിജയൻ, K സുഭാഷ്, T ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ KS രഞ്ജിത്ത്, പയ്യന്നൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ RK സ്മിത, കാനറ ബാങ്ക് ചെറുപുഴ ബ്രാഞ്ച് മാനേജർ PV അശ്വിനി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കോളേജുകളുടെ ചരിത്രത്തിൽ അതിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച സ്ഥാപനം എന്ന് വേണമെങ്കിൽ കോളേജ് ഓഫ് കൊമേഴ്സിനെ കുറിച്ച് പറയാം. നമ്മുടെ അറിവിൽ പാരൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൊച്ചു കടയുടെ മുകളിൽ ഒരു 5-6 ബെഞ്ചും ഡെസ്കും വെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് പാരൽ കോളേജ് എന്ന് നമ്മൾ കേട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് കാണുന്ന കോളേജ് ഓഫ് കൊമേഴ്സിലേക്ക് എത്തിച്ച ആ സംരംഭത്തിന്റെ ഉടമ അനിമാഷായിരുന്നു. ഇന്നലത്തെ മികച്ച സംരംഭകൻ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എത്തിയത്. അദ്ദേഹത്തിന് ഇന്ന് 6-7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഫിനാൻസ് ചെയ്യുന്നത് ഇവിടുത്തെ നാഷണലൈസ്ഡ് ബാങ്കുകളുമാണ്. അപ്പോ അത്തരം സ്ഥാപനങ്ങൾക്ക് MSME ലോൺ കിട്ടുന്നില്ല എന്നുള്ളത് തെറ്റല്ലേ ശരിക്കും പറഞ്ഞാൽ? അപ്പൊ കിട്ടുന്നുണ്ട്. വരുന്നവർക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കണം, എനിക്ക് അതിനു വേണ്ടി ഇത്ര മെഷീനറീസ് വേണം, ഇത്ര വെസൽസ് വേണം. അപ്പോ അതൊക്കെ ഓക്കെ. അതിനുശേഷം എനിക്കിത് ഉണ്ടാക്കാൻ ഇത്ര ആൾക്കാരെ ആവശ്യമുണ്ട് ഒരു ദിവസം. അതിനുശേഷം ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സാധനം എനിക്ക് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ ഈ കൊടുക്കാൻ വെച്ചാൽ നമ്മൾ വർക്ക് ഓർഡർ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഇവരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ദിവസവും വാങ്ങിച്ചോളാന്ന് പറയുന്നുണ്ട്. ഇത്ര എണ്ണം ഇവർ വാങ്ങിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി എനിക്ക് അതിന്റെ റോ മെറ്റീരിയൽസ്, അതായത് അരി, മില്ലറ്റ്സ്, ഇത്തരം സാധനങ്ങൾ വാങ്ങണം. അപ്പം ഇതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊജക്ട് എന്നുള്ള രീതിയിൽ വരുന്നത്. സാധാരണ നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നേരെ CAയുടെ അടുത്ത്, CAക്ക് അറിയില്ലല്ലോ നമ്മുടെ പ്രൊജക്ട് എന്താണ്, നമുക്ക് എത്ര രൂപ വേണമെന്നൊക്കെ. CAനെ കൊണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.